പിണറായി വിജയൻ മുഖം മാറണം എന്ന അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. പരാജയത്തിൻ്റെ ഭാഗമല്ലേ എന്നുള്ളത്. ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വിമർശനം വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തിരുത്താൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെറ്റ് മനസ്സിലാക്കുക, ഭാവിയിൽ അത് തിരുത്താൻ ശ്രമിക്കുക. അത് സ്വയം തന്നെ ആലോചിക്കും, എൻ്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ അത്, ആ തെറ്റ് ഞാൻ തിരുത്തണ്ടേ, ആ തെറ്റ് സ്വയം തിരുത്തും. പേരാവൂരിലെ പരാജയത്തിന് അല്ലെങ്കിൽ പേരാവൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത് എന്തോ പാർട്ടി ശൈലജയെ തകർക്കാനാണ്, പാർട്ടി ശൈലജയെ ചാവേറാക്കാനാണ് എന്ന ആ അഭിപ്രായം ഉയർത്തുന്നതിനോട് 1% പോലും യോജിപ്പ് എനിക്കില്ല. പാർട്ടി അതിൽ ഒരു കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ആദിൽ പാലോടും റഹീസ് റഷീദുമാണ് ചേരുന്നത്. അതിലാണ് പി കെ ശ്രീമതി ടീച്ചറോട് സംസാരിച്ചത്. അതിൽ കൃത്യമായിരുന്നു ചോദ്യവും ഉത്തരവും. ഉറപ്പാണ് പിണറായി വിജയൻ മാറണമെന്ന അഭിപ്രായം പൊതുവിൽ ഉയർന്നല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ആ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു, ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മുൻ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് മറുപടിയാണ് തിരുത്താൻ ബാധ്യസ്ഥരായവർ തിരുത്തണം. അത് പിണറായിക്കുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ്, പരോക്ഷ വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ തകർക്കാൻ അല്ല ഉദ്ദേശിക്കുന്നത്. സഖാക്കൾ അങ്ങനെ പറയുന്നെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുകയും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് സ്വയം ആലോചിച്ച് അത് തിരുത്താൻ തയ്യാറാവുകയും വേണമെന്ന് പിണറായി വിജയനോട് പറയാതെ പറയുകയാണ് പി കെ ശ്രീമതി എന്ന് പറയാം. പിണറായി തിരുത്തണമെന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് പിണറായിയെ തിരുത്തണം എന്ന് പറയാൻ ഞാനല്ല, കമ്മിറ്റികളാണ് തിരുത്തൽ നിർദ്ദേശങ്ങൾ നൽകുക. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ പാർട്ടിയിൽ തിരുത്താൻ കഴിയില്ല എന്നുകൂടി പി കെ ശ്രീമതി പറഞ്ഞു വെക്കുന്നു. ശരി, റഹീസ് റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, പാർട്ടി തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ പോലും രൂക്ഷമായ വിമർശനമാണ് കമ്മിറ്റികൾ ഉയരുന്നത്. പാർട്ടിയിൽ ഇത് തുറന്നു പറച്ചിൽ കാലമാണെന്ന് പറയാം. അത് പിണറായിക്കെതിരെ ഒരു പടയൊരുക്കമാണോ, എം വി ഗോവിന്ദനെതിരെയുള്ള ഒരു പടയൊരുക്കമാണോ, അതോ രണ്ടുപേർക്കും എതിരെയാണോ എന്നാണ് അറിയേണ്ടത്. നേതൃമാറ്റം വേണമെന്ന മുറവിളി പലയിടങ്ങളിൽ നിന്നും ഉയരുകയാണ്. റഹീസ്, വിനീത, 10 വർഷം മുമ്പ് CPIM-നകത്ത് ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി നേതാക്കളെ പരസ്പരം വിമർശിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ 10 വർഷക്കാലം കണ്ടില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും പ്രതിസ്ഥാനത്ത് നിർത്തി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സംസ്ഥാനത്തെ ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വന്നത് തെറ്റായിപ്പോയെന്ന് പറയുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പറയുന്നു. എം വി ഗോവിന്ദൻ ഒരു തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ 1000 വോട്ടെങ്കിലും കുറയുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദനോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, നിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്നറിയാം, എപ്പോഴാണ് വന്നതെന്നറിയാം, എങ്ങനെയാണ് ഈ പദവിയിലെത്തിയതെന്നറിയാം, അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വരേണ്ടതില്ല എന്ന തരത്തിൽ വരെ മറുപടി പറയുന്ന ഒരു കാഴ്ച കണ്ടു. ശരി, റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.